സോഷ്യൽ മീഡിയ കത്തി നിൽക്കുകയാണ്, അറിയാലോ, കൺവിൻസിങ് സ്റ്റാർ. ഞങ്ങളിപ്പോ അറിയാലോ, കൺവിൻസിങ് സ്റ്റാർ. ഇതുപോലെ ഇവളെയും കൂട്ടി ഇടയ്ക്കൊക്കെ ഒരു ഔട്ടിങ്ങിന് പോകണം. ജീവിതത്തിൽ ഇതൊക്കെ ഒരു രസം. അളിയെന്ന് അറിയാഞ്ഞിട്ടാ ഞാൻ ഇവളെയും കൊണ്ട് കറങ്ങാത്ത ഒരു സ്ഥലവും ബാക്കിയില്ല അല്ലടേ. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും വിജയുടെ അച്ഛൻ എഴുതിയ വിൽപത്രം എന്റെ കയ്യിലെടുത്തോളം കാലം നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഈ കേസിൽ നിങ്ങൾ വിജയിക്കും. സ്വത്തുവകകൾ നിങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും. സരസുവിന് ശരിക്കും വിഷമമുണ്ടെന്ന് മുഖം കണ്ടാലറിയും. ഒരു കല്യാണ പെണ്ണിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ രാജൻ ചെയ്തത്. ഇനി ഇതിന്റെ പേരിൽ കടുങ്കയൊന്നും ചെയ്യരുത്. എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു മീനാക്ഷിയെ കുറിച്ച്? ആ, നമ്മുടെ ഹോം മിനിസ്റ്റർ മോള്. ഞങ്ങളുടെ ബന്ധം അവളുടെ വീട്ടിലറിഞ്ഞു. എന്നിട്ട് ആകെ കുഴപ്പമായി. അവളെ അവരിവിടുന്ന് നാട്ടിലേക്ക് അയച്ചു. അവരുടെ ആളുകൾ എന്റെ പാസ്പോർട്ട് കത്തിച്ചളഞ്ഞു. പുതിയ പാസ്പോർട്ട് കിട്ടാൻ 1-2 ദിവസം കഴിയുന്ന ഹൈ കമ്മീഷണർ പറയുന്നത്. മീനാക്ഷി എയർപോർട്ടിൽ നിന്ന് അവളുടെ വീട്ടിലെത്തരുത്. എത്തിയാൽ അവരവളെ എന്നിൽ നിന്ന് എന്നേക്കുമായി അകറ്റും. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയത്. കൊഞ്ചം അങ്ക പാரு കണ്ണ. ജോർജ് കുട്ടി, എന്താ ഇതൊക്കെ? ഒന്നും പറയാൻ സമയമല്ല. പോലീസ് സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ? നമുക്കിത് പോലീസിനോട് പറയാം. പോലീസിനോട് നീ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ വക്കീലുമായിട്ട് വരാം. ജോർജ് കുട്ടി, എനിക്ക് മൈലി വിലയിൽ ചൂടാക്കി തരുന്നു. മൈലി വില അവിടെ എന്നും ഒരു ആശ്രിതനായി പുത്തേഴത്ത് നിൽക്കാൻ ഇനി ഞാൻ ഉണ്ടാവില്ല. എനിക്ക് വളരണം. അതിനെനിക്ക് ഈ കാശ് വേണം. ഈ കാശ് അവൻ തന്നേൽപ്പിച്ചതിന് തെളിവായി നീ ഇനി ഉണ്ടാവാൻ പാടില്ല. ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ? എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട വിൽപത്രത്തിൽ എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വിൽപത്രം എവിടെ? യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതിയൊന്നൊന്നില്ല മിസ്റ്റർ ശിവൻ, തന്ത്രങ്ങളേ ഉള്ളൂ. അളിയൻ ജോർജ് കുട്ടി എന്നെ ചതിച്ചു. അപ്പോ ഇച്ചായൻ അപ്പച്ചോട് പറഞ്ഞൊക്കെ സത്യമായിരുന്നല്ലേ? എല്ലാത്തിനും പുറകില് നീയായിരുന്നല്ലേ? അതേടാ, നിന്റെ പെങ്ങളെ കെട്ടി ബോംബെയിൽ എത്തിച്ച് ഒരു മാർവാടിക്ക് കാഴ്ചവെച്ചപ്പോ ലക്ഷങ്ങളായി ഈ കൈകളിൽ വീണത്. ലക്ഷങ്ങൾ. കൂടെ നിന്നാ മതി, ഞാൻ നോക്കിക്കോളാം. എങ്കിൽ പോയി എടുത്തോണ്ട് വാടാ, വേഗം ആശുപത്രി കൊണ്ടുപോവാ. ഓസ്കാർ വരെ കിട്ടേണ്ട ആൾക്കാർ നമുക്കിടയിൽ തന്നെ ഉണ്ട്. പക്ഷേ തിരിച്ചെനിക്ക് വേണ്ടതും നന്ദിനിക്കുട്ടി തരണം. സ്ഥിരാണല്ലേ? ചാടിക്ക.